കടയിൽ പോയി ആരും ബൊഗെയിൻവില്ല മേടിച്ച് കാശ് കളയണ്ട. ഒരു ചെറിയ കമ്പുണ്ടെങ്കിലേ നമുക്ക് വീട്ടിൽ തന്നെ അത് മുളപ്പിച്ചെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമ്മളിത് ഇതുപോലെ നല്ലൊരു കട്ടിങ്സ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ എങ്ങനെ റെഡിയാക്കുമെന്ന് നോക്കാം. കുറച്ച് മണ്ണെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഗാർഡൻ മിക്സർ ചേർക്കും. കുറച്ച് കോക്കോപീറ്റ്, അതായത് ചകിരിച്ചോറ് കുറച്ചധികം ഇട്ട് കൊടുക്കുക. ഈ ചകിരിച്ചോറ് നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലോണം വേരിന് വളരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കിട്ടാൻ വേണ്ടി. മണ്ണ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് ടൈറ്റായി പോകും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്നത്. ഈ മണ്ണിൻ്റെ അകത്ത് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി മാറ്റിയേക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പിന് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഒരല അവിടെ നിർത്തിക്കും. ഇതിൻ്റെ അകത്ത് പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന അലോവേരയാണ്. ഈ അലോവേരയുടെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ കമ്പിനെ നല്ലോണം ഒന്ന് കുത്തി ഇറക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ ഈ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന് പുതിയ കിളിർപ്പുകൾ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കല്ലേ കേട്ടോ. അധികം വെള്ളം ഒഴിക്കാനും പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു മെച്യൂറായ ബൊഗെയിൻവില്ല പോലല്ല. ഒരു തൈ കിളിർപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിത് ഒരിക്കലും വെയിലത്ത് വെക്കില്ല. അധികം വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം നമ്മൾ 2 ആഴ്ചയാണ് പറഞ്ഞത്. 2 ആഴ്ചയൊന്നും ആയില്ല. ഒരു 11 ദിവസമായപ്പോഴത്തേക്കും തന്നെ പുതിയ ഇലയെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് DAP വളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഇത്ര മതി കേട്ടോ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ചെടി അത് കരിഞ്ഞു പോകാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.